നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ പഠിച്ചു തീരുമോ? പഠിച്ചു തീർത്താൽ 5 വിഷയം അല്ലെങ്കിൽ 3 വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റുമോ? ജൂൺ 12-ാം തീയതി പരീക്ഷയാണ്. ഞാൻ 100% ഉറപ്പിച്ച് പറയാം, വളരെ ഈസി ആയിട്ട് തീർക്കാം. +2 സേ നല്ല ഗംഭീര മാർക്ക്, ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് മിനിമം മാർക്കിൽ കൂടുതൽ 36, 18 മാർക്ക് എന്നുള്ളത് നമ്മൾ ജയിക്കുക എന്നുള്ളത്, 36 മാർക്ക് കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാം. ഒരു വിഷയം 5 മണിക്കൂറിൽ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വീഡിയോ ക്ലാസ്സുകളായാലും കാര്യങ്ങളും കൃത്യമായിട്ട് റെഡിയാക്കണം. അതിന് വേണ്ടിയുള്ള നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും തയ്യാറാക്കണം. അത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന എല്ലാ വിഷയങ്ങളും ഒന്നുകിൽ 5 മണിക്കൂർ, മാക്സിമം 5 മണിക്കൂർ, 5 മണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുന്നത് 36 മാർക്കിൽ കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാം, ഈസി ആയിട്ട് മാർക്ക് മേടിക്കാം. ഒരു ദിവസം 1 മണിക്കൂർ എങ്ങാണ് ഒരു വിഷയം പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അന്നേരം 5 മണിക്കൂറിൽ കൂടുതൽ വരരുത് ഒരു വിഷയം പഠിക്കാൻ. ഡ്യൂറേഷൻ പഠിക്കാൻ എടുക്കുന്ന സമയം അത് ഒരു 2 മണിക്കൂറോ 5 മണിക്കൂറുള്ള വീഡിയോസ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 15 മണിക്കൂർ എടുത്താൽ പോലും ഈ പറഞ്ഞ പോലെ നമുക്ക് 10 ദിവസം കൊണ്ട് നമുക്ക് 5 വിഷയം പോയിട്ടുള്ളവർക്ക്, എല്ലാവരും 5 വിഷയം പോയിട്ടുള്ളവർ കാണത്തില്ല, 6 വിഷയം പോയിട്ടുള്ളവരുണ്ട്, 4 വിഷയം പോയിട്ടുള്ളവർ, 3 വിഷയം പോയിട്ടുള്ളവരുണ്ട്. അന്നേരം എല്ലാവർക്കും ഈ ഒരു രീതിയിലുള്ള വീഡിയോസും ക്ലാസ്സുകളും കിട്ടിയാൽ വളരെ ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്രമേ ജയിക്കത്തുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള. കാരണം വേറൊന്നുമല്ല, ഒരുപാട് സമയം 10, 30 മണിക്കൂർ, 20 മണിക്കൂർ എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ ഒക്കെ എങ്ങനെ പഠിച്ചു തീർക്കും? ഇപ്പം നമുക്ക് അക്കൗണ്ടൻസിയുടെ ക്ലാസ്, നിങ്ങൾക്കറിയാം അക്കൗണ്ടൻസി കൊമേഴ്സുകാർക്ക് വളരെ ഇതായിട്ടുള്ളതാണ്. അക്കൗണ്ടൻസിയുടെ ക്ലാസ് നമുക്ക് 5 മണിക്കൂറേ ഉള്ളൂ. എക്കണോമിക്സിൻ്റെ ക്ലാസ് 4 മണിക്കൂർ താഴെ ഉള്ളൂ. അന്നേരം അതുപോലെ ഫിസിക്സിൻ്റെ ക്ലാസ് 5 മണിക്കൂറില്ല, 4 മണിക്കൂർ താഴെ ഉള്ളൂ മൊത്തത്തിൽ. മാത്സിൻ്റെ ക്ലാസ് 3 മണിക്കൂറേ ഉള്ളൂ. അന്നേരം അതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് ഒരിക്കലും സമയവും പോകത്തില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യും. അന്നേരം നിങ്ങൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് പോവുക. സേ പഠിക്കുന്ന കുട്ടികൾ ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇഷ്ടം പോലെ സമയമുണ്ട്, 2-3 വട്ടം റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചസ് ചേരാനാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടാറുണ്ട്, മെസ്സേജുകൾക്കൊന്നും തിരിച്ച് റിപ്ലൈ ഇല്ല. കാരണം അതുപോലെ മെസ്സേജുകൾ വരുന്നുണ്ടാണ്. അല്ലാതെ ഞാൻ 24 മണിക്കൂർ ഒരു 15 മണിക്കൂർ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അതുപോലെ മെസ്സേജ് വരുന്നുണ്ടാണ്. കാരണം കുട്ടികൾക്ക് അത് എഫക്റ്റീവ് ആണ് എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ട്. അങ്ങനെ നമ്മൾ 100%, 100 അല്ല 110% അതിന് നീതി പുലർത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും എല്ലാം കൊടുക്കുന്നതുകൊണ്ടാണ്. അത് ഏതൊരായാലും, എൻട്രൻസ് ആയാലും റെഗുലർ ക്ലാസ്സിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും CBSEക്ക് ആണെങ്കിലും എല്ലാം. അന്നേരം നിങ്ങൾക്ക് ഇപ്പോഴും ചേരണം താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും +2 സേ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് സയൻസ് സ്ട്രീം ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, വളരെ ടെൻഷൻ ഇല്ലാതെ പഠിക്കാം, ഈസി ആയിട്ട് ഉറപ്പിക്കാം. ഇത് വിജയം സുനിശ്ചിതം, 100%. അത് മാഷ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്. ഇത്ര എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ല, ഉറപ്പിച്ച് പറയാം. എക്സ്പീരിയൻസ് ആണ് ഒരു ഘടകം. അന്നേരം നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.